കമ്പനി ബോർഡ് LGS പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കുവാനായി പോകുന്നത്. അപ്പൊ നോക്കിയ ചോദ്യം നോക്കേ. ഇന്റർനെറ്റ് ബ്രോഡ്ബാൻഡ് സർവീസ് നിയമപരമായ അവകാശമാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യമേത്? ഇന്റർനെറ്റ് ബ്രോഡ്ബാൻഡ് സർവീസ് അല്ലെ, നിയമപരമായ അവകാശമാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യമേത്? ഏതായിരിക്കാം? ഉത്തരം കിട്ടിയോ? ഏതാണ്? ഫിൻലാൻഡ്. ഏതാണ്? ഫിൻലാൻഡ് ആണ്. അടുത്ത ചോദ്യം, ബ്രിട്ടീഷുകാർക്കെതിരെ മൗമൗ ലഹള നടന്ന രാജ്യമേത്? ചോദ്യം എങ്ങനെയാണ്? ബ്രിട്ടീഷുകാർക്കെതിരെ ഏത് ലഹളയാ? മൗമൗ ലഹള നടന്ന രാജ്യമേത്? ഉത്തരം കിട്ടിയോ? ഏത് രാജ്യമാണ്? കെനിയ. ഏത് രാജ്യമാണ്? കെനിയ. അടുത്ത ചോദ്യം, ആഫ്രിക്കയുടെ നിലച്ച ഹൃദയം എന്നറിയപ്പെടുന്ന രാജ്യമേത്? ആഫ്രിക്കയുടെ നിലച്ച ഹൃദയം എന്നറിയപ്പെടുന്ന രാജ്യമേത്? ഏതായിരിക്കാം? ഓപ്ഷൻ സി ഏതാണ്? ചാഡ്. ഏതാണ്? ഓപ്ഷൻ സി ചാഡ്. അടുത്ത ചോദ്യം, തിരിച്ചറിയൽ കാർഡ് തദ്ദേശീയർക്ക് നിഷേധിച്ചതിനെ തുടർന്ന് IK കുമാരൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രക്ഷോഭം ഏതായിരുന്നു? തിരിച്ചറിയൽ കാർഡ് തദ്ദേശീയർക്ക് നിഷേധിച്ചതിനെ തുടർന്ന് IK കുമാരൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രക്ഷോഭം ഏതായിരുന്നു? ഏതായിരിക്കാം? മയ്യഴി ജനകീയ സമരം. മയ്യഴി ജനകീയ സമരം. ഓക്കെ. അപ്പൊ പോയ വീഡിയോകളിലെ പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? കിട്ടുന്ന മാർക്കുകൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ കഴിഞ്ഞ ഒരു ദിവസം നമുക്ക് വീഡിയോ ചാനൽ ഇടാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. ഞാൻ അത് കമ്മ്യൂണിറ്റി പോളാക്കി ഇട്ടിരുന്നു. ഒരു പനി വന്നു. പനിക്ക് ശേഷം വല്ലാത്തൊരു ചുമയായിരുന്നു. ശരിക്കും പറഞ്ഞാല് രാത്രി നമുക്ക് ഉറങ്ങാൻ പോലും കഴിയാത്തത്ര ചുമയായിരുന്നു. അതിനെ തുടർന്ന് ശബ്ദം പൂർണ്ണമായിട്ട് പോയ ഒരവസ്ഥ ഉണ്ടായിരുന്നു. ശബ്ദം പൂർണ്ണമായി തന്നെ പോയിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് നിങ്ങൾ ഈ കേൾക്കുന്ന രൂപത്തിലെങ്കിലും ശബ്ദം ഒന്ന് തിരിച്ചു കിട്ടിയത്. അപ്പോ ഡോക്ടർ പൂർണ്ണമായിട്ട് വോയിസ് ടെസ്റ്റ് പറഞ്ഞൊരു സമയമാണ്. അപ്പൊ അതൊക്കെ പോട്ടെ, നമുക്ക് നമ്മുടെ ചോദ്യോത്തരങ്ങൾ നോക്കാം. അപ്പൊ അടുത്ത ചോദ്യം, അതുപോലെ ഈ നമ്മൾ വാർത്തയിൽ കാണുന്നുണ്ട് ഇപ്പോഴും പനി വന്ന 5 പേരിൽ 5 പേര് എടുക്കുമ്പോൾ 3 പേർക്കും ചുമയാണെന്ന്. അതുപോലെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ചുമയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്തേക്കണം, അറിയാൻ കഴിയുമല്ലോ. അപ്പൊ അടുത്ത ചോദ്യം, മൊറാഴ സമരവുമായി ബന്ധപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവ്. മൊറാഴ സമരവുമായി ബന്ധപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവ് ആരായിരിക്കാം? ഉത്തരം കിട്ടിയോ? ആരാണ്? KPR ഗോപാലൻ. ആരാണ്? KPR ഗോപാലൻ. സോ അതുകൊണ്ട് തന്നെ ചെറിയൊരു ശബ്ദത്തിന് പ്രശ്നമുണ്ട്. വരും ദിവസങ്ങളിൽ അത് മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ആധുനിക തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി ആരായിരുന്നു? ആധുനിക തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി ആരായിരുന്നു? ആരായിരിക്കാം? ഉത്തരം കിട്ടിയോ? ആരാണ്? റാണി ഗൗരി ലക്ഷ്മിബായി. ആരാണ്? റാണി ഗൗരി ലക്ഷ്മിബായി. അടുത്ത ചോദ്യം, പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂറിലെ ഭരണാധികാരി ആര്? പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂറിലെ ഭരണാധികാരി ആര്? ആരായിരിക്കാം? ഉത്തരം കിട്ടിയോ? ആരാണ്? ആയില്യം തിരുനാൾ. ആരാണ്? ആയില്യം തിരുനാൾ. അടുത്ത ചോദ്യം, ഏത് യൂറോപ്യൻ ശക്തിയെയാണ് കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയത്? ഏത് യൂറോപ്യൻ ശക്തിയെയാണ് കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയത്? അപ്പൊ ആരെയായിരിക്കും? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ആരെയാ? ഡച്ചുകാരെ. ആരെയാണ്? ഡച്ചുകാരെ. അടുത്ത ചോദ്യം, 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തെ തുടർന്ന് ഇന്ത്യയുടെ ആദ്യ വൈസ്രോയിയായി നിയമിതനായത്? 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തെ തുടർന്ന് ഇന്ത്യയുടെ ആദ്യത്തെ വൈസ്രോയി ആയത് ആരാണത്? ക്യാനിങ് പ്രഭു. ആരാണ്? ക്യാനിങ് പ്രഭു. ഈ ക്യാനിങ് പ്രഭുവിന്റെ എല്ലാ പോയിന്റ്സുകളും ഉൾക്കൊള്ളുന്ന കഥ രൂപത്തിലുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട്. അത് കയറി ഒന്ന് കണ്ടു നോക്കുക. വല്ലാത്തൊരു വൈസ്രോയി കഥ എന്നാണ് നമ്മൾ വീഡിയോയിൽ ഇട്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്?
അത് നമ്മുടെ സ്വന്തം ഇന്ത്യയാണ്. ഏതാണ്? ഇന്ത്യ. അടുത്ത ചോദ്യം, പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്? പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് അപ്പൊ ആരായിരിക്കാം? സർദാർ കെ എം പണിക്കർ. ആരാണ്? സർദാർ കെ എം പണിക്കറാണ് പഴശ്ശിരാജയെ എങ്ങനെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ട ഏക മലയാളിയായ വ്യക്തി? ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ട ഏക മലയാളിയായ വ്യക്തി ആരായിരിക്കാം? ബാരിസ്റ്റർ ജി പി പിള്ള. ആരാണ്? ബാരിസ്റ്റർ ജി പി പിള്ള. അടുത്ത ചോദ്യം, സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ? സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ. അപ്പോൾ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയൊന്നുമല്ല, ഡൗട്ടൊന്നും വേണ്ട. ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. അടുത്ത ചോദ്യം, ആദ്യമായി മലയാളത്തിൽ പുസ്തകരചന നടത്തിയ മുസ്ലിം നവോത്ഥാന നായകൻ ആര്? ആദ്യമായി മലയാളത്തിൽ പുസ്തകരചന നടത്തിയ മുസ്ലിം നവോത്ഥാന നായകൻ ആര്? ആരായിരിക്കാം? ഉത്തരം കിട്ടിയോ? ആരാണ്? മക്തിത്തങ്ങൾ. ആരാണ്? മക്തിത്തങ്ങൾ. ചോദ്യം, 1921 എവിടെ വെച്ചാണ് ടി കെ മാധവൻ ഗാന്ധിയെ കണ്ടുമുട്ടിയത്? 1921 എവിടെ വെച്ചാണ് ടി കെ മാധവൻ ഗാന്ധിജിയെ കണ്ടുമുട്ടിയത്? അപ്പൊ എവിടെ വെച്ചായിരിക്കും? ഉത്തരം കിട്ടിയോ? എവിടെയാണ്? തിരുനെൽവേലി. എവിടെ വെച്ചാണ്? തിരുനെൽവേലി. അടുത്ത ചോദ്യം, കേരളത്തിലെ ഐത്തോച്ചാടന പ്രസ്ഥാനത്തിലെ അനിഷേധ്യ നേതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ? കേരളത്തിലെ ഐത്തോച്ചാടന പ്രസ്ഥാനത്തിലെ അനിഷേധ്യ നേതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണത്? ടി കെ മാധവൻ. ആരാണ്? ടി കെ മാധവൻ. അടുത്ത ചോദ്യം, സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹമേത്? ഏതായിരിക്കാം? മെർക്കുറി. ഏതാണ്? മെർക്കുറി. ചോദ്യം മറക്കലും. സാധാരണ അന്തരീക്ഷ ഊഷ്മാവില് ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹം ഏതാണ്? മെർക്കുറി. അടുത്ത ചോദ്യം, ഒരു വർഷത്തിൽ 27 ഞാറ്റുവേലകളാണുള്ളത്. ഇതിൽ ഏറ്റവും ദൈർഘ്യമേറിയ ഞാറ്റുവേല ഏത്? ഒരു വർഷത്തില് 27 ഞാറ്റുവേലകളാണുള്ളത്. ഇതിൽ ഏറ്റവും ദൈർഘ്യമേറിയ ഞാറ്റുവേല ഏതായിരിക്കാം? തിരുവാതിര ഞാറ്റുവേല. ഏതാണ്? തിരുവാതിര ഞാറ്റുവേല. അടുത്ത ചോദ്യം, ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന KR നാരായണന്റെ അന്ത്യവിശ്രമ സ്ഥലം? ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന KR നാരായണന്റെ അന്ത്യവിശ്രമ സ്ഥലം ഏതാണത്? ഉത്തരം കിട്ടിയോ? ഏതാ? കർമ്മഭൂമി. ഏതാണ്? കർമ്മഭൂമി. അടുത്ത ചോദ്യം, അൾജീരിയ ഏത് യൂറോപ്യൻ രാഷ്ട്രത്തിന്റെ കോളനി ആയിരുന്നു? അൾജീരിയ ഏത് യൂറോപ്യൻ രാഷ്ട്രത്തിന്റെ കോളനി ആയിരുന്നു? ഏതിന്റെ ആയിരിക്കാം? ഉത്തരം കിട്ടിയോ? ഏതാണ്? ഫ്രാൻസ്. ഏതാണ്? ഫ്രാൻസ്. അടുത്ത ചോദ്യം, ചൗരി ചൗര സംഭവം നടക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി? ചൗരി ചൗര സംഭവം നടക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആര്? ആരായിരിക്കാം? റീഡിങ് പ്രഭു. ആരാണ്? റീഡിങ് പ്രഭു. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനെ നിയമിക്കുന്നത് ആര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനെ നിയമിക്കുന്നത് ആര്? ആരായിരിക്കാം? രാഷ്ട്രപതി. ആരാണ്? രാഷ്ട്രപതി. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? ആരായിരിക്കാം? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. അടുത്ത ചോദ്യം, സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യത്തെ മലയാളി ആര്? സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യത്തെ മലയാളി ആര്? ആരാണ്? ജസ്റ്റിസ് പി ഗോവിന്ദ മേനോൻ. ആരാണ്? ജസ്റ്റിസ് പി ഗോവിന്ദ മേനോൻ. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണിനമേത്? കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണിനമേത്? ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഏതാണത്? ലാറ്ററൈറ്റ്. ഏതാണ്? ലാറ്ററൈറ്റ്. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര വിനോദസഞ്ചാര വർഷമായി ഐക്യരാഷ്ട്രസഭ ആചരിച്ച വർഷം? അന്താരാഷ്ട്ര വിനോദസഞ്ചാര വർഷമായി ഐക്യരാഷ്ട്രസഭ ആചരിച്ച വർഷം
ഏത് വർഷമായിരിക്കും? 1967. ഏത് വർഷമാണ്? 1967. അടുത്ത ചോദ്യം, ധവള വിപ്ലവത്തിന്റെ പിതാവ് ആര്? ധവള വിപ്ലവത്തിന്റെ പിതാവ് ആര്? ആരാണ്? വർഗീസ് കുര്യൻ. ആരാണ്? വർഗീസ് കുര്യൻ. അടുത്ത ചോദ്യം, കേന്ദ്ര സമുദ്രജല മത്സ്യ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കേന്ദ്ര സമുദ്രജല മത്സ്യ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? എവിടെയായിരിക്കാം? ഉത്തരം കിട്ടിയോ? എവിടെയാണ്? കൊച്ചി. എവിടെയാണ്? കൊച്ചി. അടുത്ത ചോദ്യം, ലോക ക്ഷീരദിനം എന്നാണ്. ലോക ക്ഷീരദിനം എന്നാണ്. എന്നാണ്? ജൂൺ 1. എന്നാണ്? ജൂൺ 1. അടുത്ത ചോദ്യം, വെച്ചൂർ പശുവിന്റെ ജന്മദേശം. വെച്ചൂർ പശുവിന്റെ ജന്മദേശം എവിടെയാണ്? കോട്ടയം. എവിടെയാണ്? കോട്ടയം. അടുത്ത ചോദ്യം, ഏഷ്യയിലെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യമേത്? ഏഷ്യയിലെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യമേത്? ഏതായിരിക്കാം? മ്യാൻമർ. ഏതാണ്? മ്യാൻമർ. അടുത്ത ചോദ്യം, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? എവിടെയായിരിക്കാം? ഉത്തരം കിട്ടിയോ? കാസർഗോഡ്. എവിടെയാണ്? കാസർഗോഡ്. ഓക്കെ.